കനത്ത മഴയും അതുപോലെ തന്നെ കടുത്ത ഡീഗ്രേഡിംഗ് വകവെക്കാതെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മെഗാ ആക്ഷൻ ചിത്രമായിട്ടുള്ള ടെർബോ എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ അതിഗംഭീര പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ടെർബോ ജോസിന്റെ ഒരു അഴിഞ്ഞാട്ടം ബോക്സ് ഓഫീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സിനിമ ആദ്യ ദിവസം 6,15,00,000 രൂപ എന്ന കളക്ഷനാണ് നേടിയിട്ടുള്ളത്. ഇത് 2024 ഇതുവരെ ഇറങ്ങിയ മലയാള സിനിമകളിൽ ഏറ്റവും വലിയ ഹയസ്റ്റ് കളക്ഷനാണ് നേടിയിട്ടുള്ളത്. റെക്കോർഡാണ്. അപ്പോൾ എന്തായാലും ആദ്യ ദിന റെക്കോർഡ് സ്വന്തം പേരിലാക്കിയ മമ്മൂട്ടിയുടെ രണ്ടാം ദിനത്തിലുള്ള വെള്ളിയാഴ്ച ഈ ഒരു സിനിമ എത്ര കോടി നേടി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്, ഒരുപാട് വിരോധികളും കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ കനത്ത മഴ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്, പ്രതികൂല സാഹചര്യമാണ്. എന്നിട്ട് പോലും രണ്ടാം ദിനം അർദ്ധരാത്രി 156 നൈറ്റ് എക്സ്ട്രാ ഷോയാണ് നടത്തിയിട്ടുള്ളത്. അതായത് മഴയൊന്നും വകവെക്കാതെ ആളുകൾ സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവ് റിവ്യൂസ് ഒരുപാട് സ്ഥലത്ത് എത്തിയിട്ട് പോലും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മഴയൊന്നും ഇല്ലാതിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ രണ്ടാം ദിനത്തിൽ എത്രയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു സിനിമ രണ്ടാം ദിനമായ വെള്ളിയാഴ്ച ഒരു വർക്കിംഗ് ഡേ ആണ്. എന്നിട്ട് പോലും രണ്ടാം ദിവസം നേടിയത് 3,85,00,000 രൂപയാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഈ പോക്ക് പോവുകയാണെങ്കിൽ ഈ സിനിമ അതിവേഗം 50 കോടി ക്ലബിൽ ഇടം നേടുന്ന ഒരു സിനിമയായിട്ട് മാറുമെന്നുള്ള കാര്യം തീർച്ചയാണ്. വേൾഡ് വൈഡ് കളക്ഷൻ അതിഗംഭീരമായിട്ട് തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെല്ലാം കൊടൂരമായിട്ടുള്ള ബുക്കിംഗ് നടക്കുന്നുണ്ട്. എല്ലാ ഷോയും ഹൗസ്ഫുൾ ഷോസ് ആണ് നടക്കുന്നത്. സൗദി അറേബ്യയിലൊക്കെ മലയാള സിനിമയുടെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ടാണ് ടെർബോ ജോസ് മുന്നേറുന്നത്. അപ്പോൾ എന്തായാലും ഈ സിനിമ ഇനിയും ഒരുപാട് കളക്ഷൻ റെക്കോർഡുകൾ മറികടക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പോൾ ഈ ഒരു കനത്ത മഴ മാറിയിട്ട് ഈ ഒരു സിനിമയ്ക്ക് അനുകൂല ഒരു സാഹചര്യമാണെങ്കിൽ, അതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് എല്ലാവരും പോസിറ്റീവ് റിവ്യൂ പറയുന്ന ഒരു സിനിമയാണെങ്കിൽ ഈ സിനിമ എത്രത്തോളം വലിയൊരു കളക്ഷൻ നേടിയെടുക്കുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അത്രയും വലിയൊരു വിജയമാവേണ്ട ചിത്രമാണ്. മഴ ചെറുതായിട്ട് നമുക്ക് വില്ലനായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു സിനിമ കുറച്ചുകൂടി മുന്നേ, ഒരു വെക്കേഷൻ സമയത്ത് കുറച്ചുകൂടി മുന്നേ റിലീസ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഇതിലും വലിയൊരു വിജയമായിട്ട് ഒരു സിനിമ മാറിയേനെ. മൂന്നാം ദിവസമായിട്ടുള്ള ശനിയാഴ്ചയും നാലാം ദിവസമായിട്ടുള്ള ഞായറാഴ്ചയും ഈ സിനിമ ഗംഭീര കളക്ഷൻ തന്നെയായിരിക്കും ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കാൻ പോകുന്നത്. എന്തായാലും ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാണ്, ഈ സിനിമ മമ്മൂട്ടിയുടെ കരിയറിലെ 100 കോടി നേടുന്ന ആദ്യ ചിത്രമായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ ഇനി എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും ഒരു സംശയം വേണ്ട. ഒരു 4-5 ദിവസം കഴിയുമ്പോഴേക്കും ഈ ഒരു സിനിമ 100 കോടി കളക്ട് ചെയ്യുമെന്നുള്ള കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിനിമയുടെ വിരോധികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞായറാഴ്ച കൂടി കഴിഞ്ഞാൽ ഈ സിനിമക്ക് കോടികൾ എന്നുള്ള കളക്ഷൻ മാറി ലക്ഷങ്ങളിലേക്ക് മാറുമെന്നും ലക്ഷങ്ങൾ എണ്ണി തുടങ്ങാമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അതും കൂടി നമുക്ക് നോക്കിക്കാണാം എത്രത്തോളം അവർ പറയുന്ന കാര്യം ശരിയാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമയിലെ ഒരു ഡയലോഗ് എനിക്ക് ഓർമ്മ വരികയാണ്. മമ്മൂട്ടി ഇതിൽ പറയുന്നുണ്ട്, തീർക്കാൻ പറ്റാത്ത ഒന്നും തന്നെ ടെർബോ ജോസ് തുടങ്ങി വെക്കാറില്ല എന്ന്. ആ ഒരു ഡയലോഗ് ഇവിടെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്.